ജയിക്കും. ജയിക്കൂല. ഇരിക്കൂർ ഞങ്ങളുടെ മനോരമയിലൊക്കെ അടുപ്പിക്കും. തോപ്പിക്കും. 100% തോപ്പിക്കും. കാരണം ഒരു MP രാജിവെച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം വേണ്ട. തോൽപ്പിച്ചിരിക്കും. ദില്ലിയിൽ ഇന്ന് കണ്ടത് നാടകീയ രംഗങ്ങൾ. ദില്ലി കേരള ഹൗസിന് മുന്നിൽ ഒരു ട്രാവലർ വന്ന് നിൽക്കുന്നു. ഉടനെ ട്രാവലറിനുള്ളിൽ നിന്നും മലയാളികൾ VD സതീശനായി മുദ്രാവാക്യം വിളിക്കുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ കോൺഗ്രസിന് ഇനി വോട്ടിടില്ല എന്നാണ് ഇതിനുള്ളിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞത്. ഉടനെ തന്നെ മാധ്യമപ്രവർത്തകർ ഓടിക്കൂടി. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആവേശമാണ് ഇവിടെയുള്ള പ്രവർത്തകർ. ഇതൊരു എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കാം. ചേട്ടാ ശരിക്കും എന്താ സംഭവം? എവിടെയാണ് നിങ്ങൾ വരുന്നത്? ഞാൻ പറയാം. ഞങ്ങള് സത്യത്തിൽ ടൂർ പോയതാ. ഞങ്ങൾ കാസർഗോഡുള്ള കുറച്ച് വ്യാപാരികളാണ്. കാസർഗോഡിൽ ഞങ്ങൾ ടൂർ കാശ്മീർ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഇതിലേക്ക് വന്നേ ഉള്ളൂ. VD സതീശനൊക്കെ ഉണ്ട് നിങ്ങൾ അറിഞ്ഞു? അല്ലല്ല, അറിഞ്ഞിട്ട് വന്നല്ല. ഞങ്ങൾ ഇങ്ങനെ കേരള ഹൗസ് ഇങ്ങനെ കണ്ടുപോകാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അപ്പൊ പക്ഷെ പെട്ടെന്ന് ഇവിടെ വണ്ടി നിൽക്കുന്നു. KC വേണുഗോപാലിന്റെ മുദ്രാവാക്യം വിളിക്കുന്നു. ഞങ്ങൾ KC വേണുഗോപാലല്ല, VD സതീശൻ. സോറി, ക്ഷമിക്കണം, VD സതീശൻ. KC വേണുഗോപാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല നേതാവാണ്. പക്ഷെ മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് VD സതീശൻ മതി. നിങ്ങൾ പെട്ടെന്ന് വണ്ടി നിൽക്കുന്നു, ഉടനെ മുദ്രാവാക്യം. അല്ല, ഞങ്ങളുടെ ചർച്ചകൾ മുഴുവൻ ഞങ്ങളെ ഫുൾ ടൈം ഞങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച എന്തായിന്ന് ഞങ്ങൾ 5 ദിവസം VD സതീശൻ വരണം. KC ഇരിക്കൂറിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാലോ? ആര് ജയിക്കും? ജയിക്കൂല. ഇരിക്കൂർ ഞങ്ങളുടെ മനോരമയിലൊക്കെ അടുപ്പിക്കും. തോപ്പിക്കും. 100% തോപ്പിക്കും. കാരണം ഒരു MP രാജിവെച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം